യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സിനിമയുടെ കഥ, സംവിധാനം, എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അരുൺ വൈഗയാണ്. അരുൺ വൈഗ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പൊളിച്ച കഥ എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറേ സിനിമകളിൽ കഥ തുടങ്ങിയിട്ട് എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കഥാകൃത്തുക്കൾ നമ്മുടെ കേരളത്തിലെ സിനിമ എടുക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് കണ്ട കുറേ സിനിമകൾ അങ്ങനെയായിരുന്നു. പക്ഷേ അരുൺ വൈഗ ഇതിൽ നല്ലൊരു കഥയാണ് എഴുതി തുടങ്ങിയിട്ട് അത് വളരെ മനോഹരമായിട്ട് തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥയാണ്. പക്ഷേ ശരിക്കും ഈ സിനിമ അച്ഛനും മകനും തമ്മിലുള്ള ആ ബന്ധത്തിലുള്ള വിശേഷങ്ങളെ വളരെ വൈകാരികമായിട്ട് വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്, കഥയാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു 80% ഈ ഒരു ഫാമിലി മാറ്റേഴ്സിലാണ് പോകുന്നതെങ്കിലും അതിനുശേഷം വളരെ വലിയ രാഷ്ട്രീയ മാറ്ററുകൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളും അതും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണോ അതൊക്കെ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. അതേസമയം ഈ സിനിമയുടെ പ്രധാന പോയിന്റ്, കാതലായ വിഷയം ശരിക്കും ഇതൊന്നുമല്ല. ഇവർ പറയാൻ വരുന്നത് വേറൊരു മാറ്ററാണ്. അത് വിദേശത്തെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു വിഷയമാണ് ഈ സിനിമയിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ വിഷയം. പക്ഷേ നമുക്ക് കണ്ടിരിക്കുമ്പോൾ അത് തോന്നുന്നില്ല. കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതാണ് അരുൺ വൈഗ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നല്ല ഡയറക്ഷൻ, നല്ല എഡിറ്റിംഗ്, നല്ല കഥ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു നായകനല്ല, എൻ്റെ അഭിപ്രായത്തിൽ 2 നായകന്മാരാണ്. അത് മറ്റാരുമല്ല, അരുൺ വൈഗയാണ് മറ്റൊന്ന്. കാരണം അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിലാണ് പ്രവർത്തിച്ചതെങ്കിലും ഈ സിനിമയ്ക്ക് ഈ രീതിയിലൊക്കെ അദ്ദേഹം ചെയ്ത് നല്ല ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ലൊരു കഥ എഴുതി ഇതിൻ്റെ ഒരു നായകനായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നായകൻ രഞ്ജിത്ത് സജീവിൻ്റെ ഈ സിനിമയിലെ കുറിച്ചുള്ള അഭിനയത്തിൽ പറയുന്നതിന് മുമ്പ് എനിക്കും ഇങ്ങേർക്കുമുള്ള ഒരു പേഴ്സണൽ മാറ്റർ ഞാൻ പറയാം. രഞ്ജിത്ത് സജീവിനെ കണ്ട ഏകദേശം എൻ്റെ മോൻ്റെ ഒരു സാമ്യത എനിക്ക് തോന്നി. കാരണം രഞ്ജിത്ത് സജീവ് ഇതിൽ ഹെയർ സ്റ്റൈൽ വെച്ചിരിക്കുന്നത് എൻ്റെ മോൻ വെച്ചിരിക്കുന്ന രീതിയിലാണ്. അവൻ എപ്പോഴും മുടി വല്ലാതെ മുന്നോട്ട് ഇട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, പുള്ളി ഭയങ്കര കെയറാണ് മുടിയുടെ കാര്യത്തിൽ. അപ്പം ഞാൻ പറയും എപ്പോഴും പോയി ക്രോപ്പ് അടിച്ചിട്ട് വാടാ. അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ക്രോപ്പ് അടിച്ചിട്ട് വാടാ, അല്ലെങ്കിൽ ജലദോഷം പിടിക്കുന്ന അവൻ്റെ മുടിയുടെ കാര്യത്തിൽ ഭയങ്കര കെയറാണ്. അപ്പോൾ ഇതിൽ രഞ്ജിത്ത് സജീവിൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്കെൻ്റെ മോനെ ഓർമ്മ വന്ന്. ശരിക്കും ഈ സിനിമയിൽ ഹീറോയെ കണ്ടപ്പോൾ ഇനി അവനോട് ക്രോപ്പ് അടിക്കണമെന്ന് പറയണ്ടെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കും രഞ്ജിത്തിനും മുഖവും ഏകദേശം സാമ്യതയുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് രഞ്ജിത്തിനെ കുറിച്ച് ഞാനിതിൽ പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. രഞ്ജിത്തിന് ഇതിൻ്റെ മുമ്പുള്ള സിനിമകൾ ഗോളം, അതേപോലെ മൈക്ക്, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തെ സിനിമയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇത് ഏതാ നടന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കക്ഷിയുടെ ആ സ്ക്രീൻ പ്രസൻസ്, അതേപോലെ തന്നെ നല്ലൊരു ഡാൻസർ, പിന്നെ അതേപോലെ നല്ല ആക്ടിങ്, അതേപോലെ നല്ല ആക്ഷൻ ഹീറോ കൂടിയാണ് രഞ്ജിത്ത് എന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. കക്ഷിക്ക് എല്ലാം വഴങ്ങും എന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ആ മകൻ്റെ ആ റോള്, അതായത് തനിക്ക് തൻ്റെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് അതിലുപരിയായിട്ട് അച്ഛനെ അനുസരിക്കുന്ന ഒരു മകനായിട്ട്, അച്ഛനോടുള്ള സ്നേഹം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ രഞ്ജിത്ത് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു സീരിയസ് ക്യാരക്ടറായിട്ടാണ് കക്ഷി ചെയ്തിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അച്ഛനൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം എവിടുന്നാണോ വന്നത് അവിടേക്ക് കക്ഷി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേറൊരു നാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു അച്ഛനെ പുള്ളി എടുത്തിട്ട് അലക്കുന്നുണ്ട്. അത് എനിക്ക് അത്ര സുഖമായി തോന്നിയില്ല. പിന്നെയാണ് മനസ്സിലായത് അതിലും ഒരു കഥ ഒളിച്ചിരിപ്പുണ്ട്. കാരണം ആ അച്ഛനിലൂടെ ഈ സിനിമ, അതായത് കക്ഷി ആരെയാണോ പോയിട്ട് അടിപിടി കൂടുന്നത് ആ ഒരു കക്ഷിയിലും ഈ കഥ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ ഗംഭീരമാക്കി ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയെന്ന് തോന്നിയതുകൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ആ കാര്യം വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്നാലും നല്ലൊരു ഇൻ്റർവെൽ ബ്ലോക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് അച്ഛൻ്റെ വേഷം ചെയ്ത ജോണി ആൻ്റണി.
ഇയാളൊക്കെ എന്തൊരു നടനാണ്, അസാധ്യ നടൻ തന്നെയാട്ടോ. കക്ഷി ശരിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അതായത് ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നത് നന്നായി പോയിന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇങ്ങനെ കുറേ സിനിമകൾ കോമഡി ആയാലും ശരി, ഇതുപോലെ സീരിയസ് വേഷങ്ങളായാലും ശരി, ജോണി ആൻ്റണി അങ്ങോട്ട് മിന്നുകയാണ്, തിളങ്ങുകയാണ്. ശരിക്കും ഇതിലെ ആ അച്ഛൻ്റെ ആ കഥാപാത്രം അദ്ദേഹം വളരെ വൈകാരികമായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സീനിൽ അദ്ദേഹം ഒരു കാര്യം ഓക്കെ പറയണം. അപ്പോൾ അത് ഓക്കെ പറയാൻ അങ്ങേര് തലകുലുക്കുന്ന ഒരു സീനുണ്ട്. അതിൽ അങ്ങേർക്ക് അത് ഇഷ്ടമായിട്ടാണോ ഇഷ്ടമാകാഞ്ഞിട്ടാണോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ആ സാഹചര്യം എന്താണ്, എല്ലാം ആ ഒറ്റൊരു തലകുലുക്കലിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, കാണാൻ കഴിയും. അതാണ് ഒരു നടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അസാധ്യ നടന്മാർക്കേ അത് സാധിക്കുകയുള്ളൂ. അത് ജോണി ആൻ്റണി ഈ സിനിമയിലെ അച്ഛൻ്റെ റോളിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇങ്ങേരുടെ കഥാപാത്രത്തിൻ്റെ പേര് റോയിച്ചൻ. റോയിച്ചനെ ചില നിമിഷങ്ങളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കരച്ചിൽ വരുന്ന പോലെ ആവുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ നിന്ന് മുഖം മാറ്റിയാലോ എന്ന് തോന്നിപ്പോവുകയാണ്. അമ്മാരി പ്രകടനമാണ് റോയിച്ചനായിട്ട് ജോണി ആൻ്റണി ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അവിടെയായിട്ട് കുറേ പ്രിൻസിപ്പിൾസ് ഉള്ള ഡയലോഗുകൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയുകയാണ്, പിന്നെ ഒരു കാര്യം പറയാ, നീ പോകുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുക, അപ്പം നിനക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാകുമെന്ന്. അതായത് ജോലിയുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്ത് ജോലി ചെയ്യണം, എന്ത് തിരഞ്ഞെടുക്കണം എന്ന് യുവാക്കൾ എപ്പോഴും ചിന്തിച്ചിരിക്കാതെ ലോകത്തിലേക്ക് ചെന്നിട്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ വീക്ഷിക്കുക, അനുഭവിക്കുക. അനുഭവമാണ് ഗുരു. അതുവഴി നിനക്ക് നല്ലൊരു ജോലിക്കുള്ള ആശയം ലഭിക്കുമെന്ന് ആ ഒറ്റൊരു ഡയലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിൽ പ്രാവർത്തികമാകുന്നുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കേരളം മുഴുവനും വൃദ്ധന്മാരെ കൊണ്ട് നിറയും എന്നൊരു ഡയലോഗുണ്ട്. അതെന്തിനാ പറഞ്ഞതെന്ന് സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതും വളരെ വലിയൊരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. അതേപോലെ മനോജ് കെ ജയന് ഇതിൽ നല്ലൊരു റോളുണ്ട്. അദ്ദേഹം അവസാനമാണ് വരുന്നത്. ഒരു പ്രസ് മീറ്റിൻ്റെ ടൈമിലാണ് കക്ഷിക്ക് കാര്യമായ ഡയലോഗ് പറയാനുള്ളത്. നന്നായിട്ട് മനോജ് കെ ജയൻ്റെ കാണിക്കുന്നത് മുതൽ ഈ പ്രസ് മീറ്റ് കഴിയുന്നവരെയും കക്ഷി നന്നായി സീരിയസ് ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ലോകത്തിൽ ഏത് മൂലയ്ക്ക് പോയാലും മലയാളികളെ കാണാമെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ടെന്ന്. അതിനുശേഷം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗാണ് ഈ സിനിമയുടെ കാതലായ വിഷയം, വളരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അത് അങ്ങനെ ഓരോ ഡയലോഗുകൾ ഈ സിനിമയിൽ അവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കാൻ പറ്റിയ മൂവിയാണ് കേട്ടോ. ഇത് ചെറിയ സിനിമ എന്നൊക്കെ പറഞ്ഞാണ് പരസ്യത്തിലൊക്കെ ഞാൻ കണ്ടത്. എന്ത് ചെറിയ സിനിമ? ഇത് ചെറിയ സിനിമയോ? ഇതിൽ വലിയ വലിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതേപോലെ ഫാമിലി മാറ്റേഴ്സൊക്കെ വളരെ ഗംഭീര കഥ, അതേപോലെ അഭിനയം കൊണ്ടൊക്കെ നിറച്ചിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. അപ്പോൾ ഇതിൽ 1-2 ആക്ഷൻ കൂടി, ഇതിൽ ആക്ഷൻ ഉണ്ട്, 1-2 ആക്ഷൻ കൂടി ഇതിൽ ചേർക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഈ സിനിമ ഇറക്കാൻ പറ്റും. ഇനി എന്തിനാടെ ആലോചിച്ച് നിൽക്കുന്നത്? പോയി ടിക്കറ്റ് എടുത്ത് കാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണുകയാണെങ്കിലും കൂട്ടുകാരൊത്ത് കാണുകയാണെങ്കിലും ഫാമിലി ആയിട്ട് പോയി കാണുകയാണെങ്കിലും ഏത് രീതിയിലും കാണാൻ പറ്റിയ മൂവി തന്നെയാണിത്. എൻ്റെ അഭിപ്രായത്തിൽ 100 അല്ല 101% ഞാൻ ഈ സിനിമയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു ഗംഭീര മൂവി. കഴിഞ്ഞ ദിവസം പാൻ ഇന്ത്യൻ മൂവിയാണെന്നും പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവി ഞാൻ പോയി കണ്ടിരുന്നു, അതിൻ്റെ റിവ്യൂവും ചെയ്തിരുന്നു. അതൊക്കെ ഒരു പടമാണ്. എന്ത് വെറുപ്പിക്കൽസാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെയല്ലേ പടം. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടെ പോയി നമ്മളല്ലേ ഇത് കണ്ടു വിജയിപ്പിക്കേണ്ടത്. 1-1.5 പടമാണ്.